എന്തായിരുന്നു പ്രകടനം? ഹോ, സത്യം പറഞ്ഞ എൻ്റെ രോമകൂപങ്ങളൊക്കെ വഴി പോലെ അങ്ങ് എഴുന്നേറ്റ് പോയി. മത്തുവേവിയുടെ ശൗര്യമൊക്കെ പൊത്തിപ്പോയി വിളിച്ചു. വർക്ക്ഷോപ്പിൽ ഒരാൾ വരുന്നത് ദേ ഇപ്പോഴാ. എൻ്റെ പൊന്നുമോനെ. അത് പോട്ടെ, ആ കവറിലെ മുന്തിരി ആപ്പിളും ഉണ്ട്, എടുത്ത് തിന്നല്ലേ. അതിനകത്ത് പൈൻ്റ് വലിയിരിപ്പുണ്ടെങ്കിൽ എന്നെ ഇങ്ങനെ ഏൽപ്പിക്കണം. അല്ലാതെ തന്നെ ഇരുന്ന് അടിച്ച് പൂസാകരുത്. ഞാൻ വരട്ടെ എന്നാ. ആശാനെ, ഓ ആ എന്നാ? ഉടുക്കാനുള്ളതൊന്നും എനിക്ക് വിൽക്കുമില്ല. ശരൺ ഇവിടെ നിപ്പുണ്ടല്ലോ, ഞാൻ പെട്ടെന്നൊന്ന് വീട്ടിൽ പോയിട്ട് വന്നാലോ? മോന് ബുദ്ധിമുട്ടൊന്നും ആവില്ലല്ലോ? എന്ത് ബുദ്ധിമുട്ടെന്നായി പറയുന്നേ? വർക്ക്ഷോപ്പിൽ മിട്ടുമുണ്ട്, പിന്നെ പപ്പന് പുറത്തിച്ചിരി പണിയുണ്ടെങ്കിലും അവൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും. ഞാനും ഇപ്പൊ അങ്ങോട്ടല്ലേ പോന്നേ. നമുക്ക് ഒന്നിച്ചിറങ്ങാം. ശരണേ, മോളുടെ കാര്യം ഒന്ന് നോക്കിക്കോണം. ശരി അച്ഛനെ. എന്നാ വാ മോളെ, എടുത്ത് കഴിച്ചോണം. ശരീരമൊക്കെ മൂക്കുറ്റി പോലെ വരട്ടെ. ഞാൻ പുറത്തു തന്നെ ഉണ്ടാവും, ഒന്ന് മയങ്ങിക്കോ. നല്ല വേദന ഉള്ളതല്ലേ. എൻ്റെ അപ്പച്ചൻ ചതിയനാണ്, സൂക്ഷിക്കണം. ഞങ്ങൾ കാരണം നിങ്ങളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. അതൊന്നും ഓർത്തില്ല എന്നെ വിഷമിക്കണ്ട. ആ സാഹചര്യത്തിൽ പെട്ടെന്ന് പ്രതികരിക്കേണ്ടി വന്നു. ഇല്ലെങ്കിൽ തൻ്റെ അമ്മയെ അയാള്... എനിക്കും അമ്മച്ചിക്കും ഇപ്പം അതാ പേടി. ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചോട്ടെ, പക്ഷെ ഒന്നും അറിയാത്ത നിങ്ങൾ... ജീവനിൽ എനിക്ക് പേടിയില്ല കുട്ടി. എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് സംഭവിക്കും. ദൈവത്തിന് വിധി എന്താണെങ്കിലും അതേ നടക്കൂ. ലത